ഗൈസ്, അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളിത് ഇവിടെ ചായ കുടിക്കാനായിട്ട് വന്നേക്കുവാണ്. പോകുന്ന വഴിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കം വരില്ലേ, അപ്പോൾ നമ്മളിങ്ങനെ ചായയൊക്കെ കുടിച്ച് മെല്ലെ പോവും. ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു 6 hours അവിടേക്കുള്ളത്. പക്ഷെ ഇവിടെ നല്ല റെസ്റ്റ് ഉണ്ട് കേട്ടോ. വെളുപ്പിലെ 3 മണിയാണെന്നൊന്നും പറയത്തില്ല. അപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. കണ്ടോ, നല്ല ചായയല്ലേ. നമ്മളെപ്പോഴും ഇവിടെ നിന്നാണ് കേട്ടോ ലോങ് ഒക്കെ പോകുമ്പോൾ ചായ കുടിക്കാറ്. നല്ല നല്ല ഷോപ്പാണ്. സോ ഇവിടെ നിന്നാണ് നമ്മളിന്ന് ചായ കുടിക്കുന്നത്. നമ്മുടെ കാറിൻ്റെ അവിടെ ഉണ്ട്. കൊള്ളാമോ? അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു കേട്ടോ. അതെനിക്കിപ്പോൾ നല്ല കോഫും കോൾഡുമാണ്. അതാണ് എൻ്റെ സൗണ്ടൊക്കെ മാറിയിട്ടിരിക്കുന്നത്. ആൻഡ് പകുതി എത്തിയപ്പോഴത്തേക്ക് നേരമൊക്കെ വെളുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തിയതൊരു 9:30-10 മണി ടൈമിലാണ്. നല്ലൊരു വ്യൂ ഉള്ള സ്ഥലം എത്തി കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി ഇന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിൽ വന്ന് നിൽക്കുവാണ്. ഇത് കോട്ടയം പാലയിലാണ് കേട്ടോ ഈ ഒരു പ്ലേസ്. ചുമ്മാ നമ്മൾ കാറിൽ തന്നെ ഇരുന്നിട്ട് ബോറടിക്കൂലേ, അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് വന്നതാണ്. ഇത് കണ്ടു, എന്താണ് ഓഫീസ് എന്തോ ആണ്, പക്ഷെ നല്ല രസമുണ്ട് കണ്ടോ. കിളിയുടെ അതെ മുകളിൽ കണ്ടോ കിളി. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് വരിയിലൊരു ആക്സിഡൻ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് സേവ് ദി ഡേറ്റ് എടുക്കാൻ പോയ ഒരു കപ്പിൾസിൻ്റെ വണ്ടി എന്തോ ആക്സിഡൻ്റ് ആയതാണ്. അങ്ങനെ വാപ്പ ഇറങ്ങി നോക്കി. ദെൻ നമ്മൾ വീണ്ടും നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുവാണ്. ഗായ്സ്, അപ്പോൾ നമ്മളിത് മൂന്നാർ എത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ കുറേ പേരിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങി നോക്കിയതാണ്. അപ്പോഴാണ് കണ്ടത്. എന്ന് പോകേണ്ട താഴേക്ക് അവിടെ കണ്ടോ ഒരു കുളം. പക്ഷെ അത്യാവശ്യം നല്ല ഹൈറ്റ് താഴെയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വന്നിട്ട് ഇങ്ങോട്ട് പോവും. വെള്ളമില്ല ഇപ്പോൾ ഒരിടത്തും വെള്ളമില്ല. അവിടെ കണ്ടോ ഇങ്ങനെ 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 ഇതൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഗുഹ പോലെയുണ്ട്. പാരച്യൂട്ട് ആക്ച്വലി അത് വർക്കിംഗ് ആണെന്ന് തോന്നുന്നു. ഫയർ ഉണ്ട്. അയ്യോ അതെ 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 പോകുന്ന വഴിക്ക് ഫുള്ള് മറ്റേ ക്യാരറ്റും കോണും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് കോൺ വേണമെന്ന്. അങ്ങനെ നമ്മളൊരു ചെറിയൊരു ഷോപ്പിൽ ഇറങ്ങിയിട്ട് ഒരു കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ മസാല കുറച്ച് കുറവായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും മസാല ഇടിയിപ്പിച്ചു. കുറച്ചും കൂടി മസാലയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു കാര്യം. അപ്പൊ ഇത് അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്. നമ്മൾ പോകുന്ന റിസോർട്ടിലെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതായത് അവരുടെ മാത്രം റോഡാണ്. ഇവിടെ വേറെ ആരും ഉണ്ടാവത്തില്ല കേട്ടോ. നമ്മൾ ഗസ്റ്റ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ ചൂടാണെങ്കിലും പുറത്തിങ്ങനെ ഇടുമ്പോ തണുപ്പാണ്. കൈട്ടൊക്കെ വെയിലേക്കൂല, ലൈക്ക് ഭയങ്കര തണുപ്പാണ്. ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് നമ്മളത് ദവലെ മൂന്നാർ എന്ന് പറയുന്ന റിസോർട്ടിലാണ്. മൂന്നാറിലുള്ളൊരു അടിപൊളി ലക്ഷൂറിയസ് ആയിട്ടുള്ള റിസോർട്ടാണ് കേട്ടോ. എന്ത് ചെയ്ത് നമ്മളിവിടെ വന്നിട്ട് നൈറ്റാണ് ഈ ഒരു കാര്യം പറയുന്നത്. അയ്യോ ലിയോ ബേബി കിടക്കണോ? അണ്ണാനുണ്ടല്ലോ സ്ക്യൂറലിനെ പോലെ കിടക്കണം. ഗൈസ്, നമ്മളെല്ലാം സൈക്കിൾ ഓട്ടാൻ പോവാണ്. ഓക്കെ, അപ്പം നമ്മൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വേഗം വാട്ടോ. അപ്പം ഞങ്ങൾ വേലയും മൂന്നാറിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് കോൾഡായിട്ട് സൗണ്ടൊക്കെ പോയിരിക്കാൻ കേട്ടോ. അതാണിങ്ങനെ. ആൻഡ് അവിടുത്തെ കസ്റ്റമർ സർവീസ് അടിപൊളിയായിരുന്നു. ആൻഡ് ഇതാണ് അവിടുത്തെ റിസപ്ഷൻ വരുന്നത് കേട്ടോ.
അയ്യോ ആക്ച്വലി നൈസ്. വാലി മൂന്നാർ എന്ന് പറയുമ്പോൾ 1400 മീറ്റർ എബോവ് സീ ലെവലിലാണ് കേട്ടോ ഇരിക്കുന്നത്. സോ ഇവിടെ നല്ല തണുപ്പാണ് ആൻഡ് ഓൾസോ അടിപൊളി വ്യൂയും നമുക്ക് കിട്ടുന്നുണ്ടാവും. നമ്മളപ്പോൾ ഇവിടെ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ നിന്ന് കിട്ടിയ സാധനമാണ് കേട്ടോ. ലൈക്ക് ആക്ച്വലി വെരി ഗുഡ് ക്ലൈമറ്റ്. ഈ കാണുന്ന വെയിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ ഭയങ്കര എന്താ പറയുക, ഒരു തണുത്ത ഇങ്ങനെ കാറ്റിങ്ങനെ വന്നുകൊണ്ട് നിൽക്കും. ആൻഡ് ഇറ്റ്സ് അമേസിങ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ലുക്ക് അറ്റ് ദീസ് ഫ്ലവേഴ്സ്, നൈസ് അല്ലേ? അപ്പോൾ ഇതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ്. നമ്മൾ ദോശ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇത് വന്നിട്ട് നമ്മുടെ സ്റ്റാർട്ടേഴ്സാണ്. ഇതൊക്കെ എന്താ വേണ്ടത്? ഇതൊന്ന് ഫ്രൂട്ട്സ് ഉണ്ട്. വാട്ടർമെലണോ? വാട്ടർമെലൺ കേക്ക് നല്ലതാ. ദേ അവിടെ നമ്മുടെ ലൈവ് ദോശ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ദോശയാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 2 ഗീ റോസ്റ്റും 2 മസാല ദോശയാണ് പറഞ്ഞ് വിത്തിൻ സെക്കൻഡ്സ് അവർ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല മണം. ഇതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു. ഒരു ദിവസം ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് ദെൻ ഇവിടെ നോക്ക് എന്ത് ഭംഗിയാണ്. ആൻഡ് ഇവിടെ നിന്നാൽ നമുക്ക് നല്ലൊരു അടിപൊളി വ്യൂ കിട്ടും കേട്ടോ. കണ്ടോ? ഡൈനിങ് ഒക്കെ നല്ല ക്ലീനിങ് ആണ്. നമ്മൾ വന്നപ്പോഴത്തേക്കും ടൈം കഴിഞ്ഞു പോയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇത് ഫുള്ള് ഫുഡ് ഐറ്റംസ് ആയിരിക്കും. സോ അയ്യോ ഗൈസ്, എന്ത് രസമുള്ള ബ്രീസാന്ന് അറിയാം. നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. അടിപൊളി. വെയിലിന് ചൂടുണ്ടെങ്കിലും അത് ഈ തണുപ്പുള്ളത് കൊണ്ടാണ്. ഓ ഭയങ്കര ഹൈറ്റ്സ് ആണ് ഇവിടെ നിന്ന്. ഇത് മറ്റേ സൂയിസൈഡ് പോയിന്റ് ആയിട്ടൊക്കെ പ്രഖ്യാപിക്കും. അതെന്തെന്നാ, നമ്മൾ നേരത്തെ നോക്കിയത് മുകളിൽ നിന്നല്ലേ, ഇതിപ്പോ ഡൈനിങ് ഏരിയ അല്ലേ. അടിപൊളി വ്യൂ ആണ്. ഓ നൈസ് വ്യൂ. ഇതൊരു 5 സ്റ്റാർ ആയിട്ട് ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ മൂന്നാറിലുള്ളത്. ആൻഡ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അവരുടെ ഫുഡായാലും എല്ലാം അവരുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫുഡ് കഴിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഇവിടെ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താ ഉമ്മ ഫുഡ് കഴിച്ച് ഓൾറെഡി തുടങ്ങി. ഫിദൂട്ടി എന്താ അടിപൊളി ക്ലീനിങ്ങും ഭയങ്കര 10 ഔട്ട് ഓഫ് 10 കൊടുക്കാൻ പറ്റും. നമ്മൾ 2 ദിവസം ഇവിടെ തന്നെയാണ് ഗൈസ്. എന്തായാലും ഓക്കെ. ഓംപ്ലെറ്റ് ആണ്, മസാല ഓംപ്ലെറ്റ് കഴിച്ചു നോക്കാം. എനിക്കിത് കണ്ടിട്ട് എനിക്കിങ്ങനെ ലൈക്ക് വൈന്നിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. ഞാനെന്ത് കഴിക്കട്ടെ, നല്ല മണമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗീ റോസ്റ്റാണ് കേട്ടോ. ഞാൻ കുറേ നാളത്തേക്ക് ശേഷമാണ് ഇത്രയും ക്രിസ്പി ആയിട്ടുള്ള ദോശ ചെയ്യുന്നത്. നല്ല ദോശ. ഇതെങ്ങനെയുണ്ട്? ഇത് മസാല ദോശയാണ് വാങ്ങിയത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചൂലേ? നമ്മളെല്ലാം സെറ്റായി. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, പറയാണ്ടിരിക്കാൻ വയ്യ. നമ്മൾ കുറച്ച് കാലത്തിന് ശേഷമാണ് നമ്മളിങ്ങനെ റിസോർട്ടിലൊക്കെ വന്നിട്ടൊരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടി വലിയൊരു റിസോർട്ടാണല്ലോ. അടിപൊളി പ്രീമിയം അടിപൊളി റിസോർട്ടാണ്. അത് വാലേ മൂന്നാർ എന്നാണ് റിസോർട്ടിൻ്റെ നെയിം. ഞാൻ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോവുകയാണെങ്കിൽ
പിന്നെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ജിമ്മിൽ പോകുന്നവർക്കാണെങ്കിൽ ജിം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻഡോർ പ്ലേ സ്റ്റേഷനും അവൈലബിൾ ആണ്. ലൈക്ക് ക്യാരംസ് കളിക്കാം. അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസിൽ നമുക്ക് എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ പറ്റും. ദെൻ അവർ ഹൈക്കിങ്ങിന് കൊണ്ടുപോകാറുണ്ട്. ദെൻ ഒരു കുക്കി മേക്കിംഗ് സെഷനൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാനെല്ലാം വഴിയെ കാണിച്ചു തരാം. ദെൻ നൈറ്റിൽ ക്യാമ്പ് ഫയർ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ സെലക്ട് ചെയ്തത്. മറ്റത് ഒരു റിസോർട്ടിൽ പോയി തിരിച്ചു വരാം. ഇവിടെ അങ്ങനെയല്ല, ഒത്തിരി ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ട് എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കും. സോ നമ്മൾ 2 days ആണ് ഇവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ദ വാലി മൂന്നാറിലെ ലൂക്സ് എന്ന് പറയുന്ന റേഞ്ചിലുള്ള റൂം കേട്ടോ. ഇത് നല്ല പ്രീമിയം ആയിട്ടുള്ളൊരു റൂമാണ്. കണ്ടോ, ഇവിടെ നമ്മളെ വെൽക്കം ചെയ്യുമ്പോൾ തന്നെ ഫ്രൂട്ട്സ് ഉണ്ടാവും. ആൻഡ് ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. TV ഉണ്ട്, എല്ലാം ഉണ്ട്. നോർമലി ഒരു ഇതുപോലെ കണ്ടോ, വാർഡ്രോബ് വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് നല്ലോണം ഉണ്ട് കേട്ടോ. കാണിച്ചു തരാം. കണ്ടോ, അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും സ്റ്റോറേജ് ഉണ്ട്. പിന്നെ അവിടെ ബാത്തിങ് റൂമും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ വാഷ്റൂം, അതിന് മുന്നേ ഇവിടെ ഒരു ഫുൾ മിറർ ഉണ്ട്. അപ്പം അതിൽ നമുക്ക് നമ്മുടെ ഔട്ട്ഫിറ്റൊക്കെ ഇന്നത്തെ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ റൂം തുറന്ന് കയറുമ്പോൾ ചടാ, ഇത് പിന്നെ മെയിൻലി എല്ലായിടത്തും ഉള്ള സംഭവമാണല്ലോ. നോക്കിക്കോ, അയ്യോ പഠിച്ചോനെ, ഇവിടെ നിന്നാൽ അവിടെ ഇരിക്കുന്നവർക്ക് നമ്മൾ കുളിക്കുന്നത് കാണാൻ പറ്റും. വേണ്ടെന്നുള്ളവർക്ക് അത് മറച്ചിടാം. ഓക്കെ, ഇതാണ് വാഷ് ഏരിയ വരുന്നത്. ദെൻ ഇത് ബാത്ത് ഏരിയ ആണ്. എല്ലാം ഭയങ്കര ക്ലീൻ ആൻഡ് ടൈഡി ആട്ടോ. അത് പറയാണ്ടിരിക്കാൻ വയ്യ. അടിപൊളി ക്ലീനിങ് ആണ് ഇവിടെ. ആൻഡ് ഒരു ഡസ്റ്റ് പോലും ഇവിടെ ഇല്ല. അത്രയും അടിപൊളിയായിട്ട് അവർ വെച്ചിട്ടുണ്ട്. ലൂക്സിന് ഒരു അടിപൊളി ബാൽക്കണി ഏരിയ വരുന്നുണ്ട്. എന്നെ ഇവിടെ ഉമ്മയും പപ്പയും ഫിദായൊക്കെ സീറ്റ് ഉറപ്പിച്ചു. നമ്മുടെ റൂം റെഡി ആവുന്നേ ഉള്ളൂ. അതുവരെ നമ്മൾ ലൂക്സിൽ നിൽക്കുകയാണ്. കാര്യം ഇത് നമ്മൾ 2 റൂം ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഇത് കണ്ടോ, ഇവിടെ നിന്നിട്ട് നല്ലൊരു അടിപൊളി വ്യൂ കാണാൻ പറ്റും. നിങ്ങളെപ്പോ എത്തിയ? ഹായ് സുര. അപ്പോൾ ഞങ്ങൾ മൂന്നാറിൽ പോയപ്പോൾ എൻ്റെ ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു, ലുലു അർവ. ആളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഇൻഫ്ലുവൻസറൊക്കെയാണ് കേട്ടോ. ഞങ്ങൾ ഫാമിലി ആയിട്ട് മൂന്നാർ വരുന്നു എന്ന് വിചാരിച്ചപ്പോൾ ഒറ്റയ്ക്ക് വന്നാൽ ബോറടിക്കില്ലേ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ലുലുവിനെയാണ് ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ ലുലുവിൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ലുലു ഞങ്ങൾ പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ ചോദിച്ചപ്പോൾ ഓളും ഫാമിലിയിൽ സംസാരിച്ചിട്ട് വന്നതാണ്. ഞങ്ങൾ 3 year ആയിട്ട് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നിന്നവരാണ് കേട്ടോ. അപ്പോൾ ആളൊരു അടിപൊളി കോണ്ടന്റ് ക്രിയേറ്ററാണ്. ചാനലൊക്കെ ഞാൻ കൊടുത്തിരിക്കുക. ഇതുകൊണ്ടാണ് ഞങ്ങൾ 2 റൂം എടുത്തത്, ലൂക്സും റൊമാൻസയും. പ്രേം എന്ന് പറയുന്ന ഒരു റേഞ്ചിലുള്ള റൂമും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. എന്നാലും ഞങ്ങൾ കുറച്ച് നേരം ഗാർഡൻ വ്യൂ ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ റൂമിലേക്ക് പോകുന്നത്. ഞങ്ങൾ എടുത്തിട്ടുള്ളത് റൊമാൻസ എന്ന് പറയുന്ന റേഞ്ചിലുള്ള റൂമായിട്ടുണ്ടെന്നാണ് പറയണേ. അത് ഫസ്റ്റ് ലുക്ക് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. എൻ്റെ മോനെ സീനാണ്. ലൈക്ക് അടിപൊളിയായിട്ടുണ്ട്. ലൈക്ക് ഓ നൈസ് നൈസ് നൈസ്. ആക്ച്വലി ഇതാണ് ഈ റൂമിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അയ്യോ സൂപ്പർ ലുക്ക്. പ്രൈവറ്റായിരുന്നു. നമുക്ക് ഒരു ബാസ്റ്റപ്പ് വിത്ത് ഇവിടുത്തെ വ്യൂ നമുക്ക് അവിടെ കാണാം, നമുക്ക് പുറത്ത് കാണാം. വേണമെങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്യാം കേട്ടോ. അടിപൊളി. എൻ്റെ മോനെ കിട്ടും, സൂപ്പർ. ഇത് നമുക്ക് വരാം. പിന്നെ നമുക്കിത് ഇവിടെ ആയിട്ട് നമുക്കൊരു ഓഫീസ് പ്രൈവറ്റ് സ്പേസ് പോലെ നമുക്ക് വേണമെങ്കിൽ എഴുതാനോ നമുക്ക് വീഡിയോസ് ചെയ്യാനോ എന്തിനാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇത് നൈസാണ് കേട്ടോ. ഈ റൂം അടിപൊളിയാണ്. ഇതിൻ്റെ പേര് റൊമാൻസ എന്നാണ് കേട്ടോ. അടിപൊളി സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ മിനി ബാറുണ്ട്. ഇത് ആൽക്കഹോൾ അല്ല, ഇത് നോൺ ആൽക്കഹോളിക് റെഡ് ഗ്രേപ്പ് വൈനാണ് കേട്ടോ. ഇതെല്ലാം കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് റൊമാൻസ എന്ന് പറയുന്ന റൂമിൽ കിട്ടുന്നതാണ് കേട്ടോ. എല്ലാം ഉണ്ട്. ഇത് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഐസ് ക്യൂബ്സ് ഉണ്ട് കേട്ടോ.
പിന്നെ അതുപോലത്തെ ഇവിടെ നമുക്ക് ചിപ്സ് കിട്ടും, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. വാട്ടർ ഉണ്ട്, ടീ ഒക്കെ മേക്ക് ചെയ്യാനായിട്ടുള്ള ഇതുണ്ട്. പിന്നെ ഇവിടെ ഒരു മിനി ഫ്രിഡ്ജ് കൂടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിനകത്ത് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവരെ വിളിക്കാം. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വന്നതാണ്. ഇതാണ് നമ്മുടെ ലുലു. ഫൈനലി വി മെറ്റ്. ടോൾ ഫ്രണ്ട് ഷോർട്ട് ഫ്രണ്ട് അല്ലേ? അല്ല ഹീലില്ല, ഇങ്ങനെയാണ്. അല്ല ഞാനിപ്പോ ഷൂ ഇടും. അപ്പൊ ഞാൻ പൊങ്ങി വീഡിയോ എടുക്കുമ്പോ ഞാൻ കുറച്ച് പൊങ്ങും. കുറച്ചും കൂടി പൊങ്ങും. ഇവിടെ ഇരിക്കാം. ഫൈനലി മെറ്റ്. ഇത് ഫസ്റ്റ് ആണ് ഇപ്പൊ വ്ലോഗിൽ ഇപ്പാണ് എടുത്തത്. നല്ലുണ്ട്. എൻ്റെ എടുത്തു. ഈ സൈഡിൽ വാ, ലൈറ്റ് ഈ സൈഡിലാ. ഇത് കുറിച്ചിട്ട് കിട്ടുന്നുണ്ട്. രസമുണ്ട്. യൂട്യൂബിന്റെ വരാം. ഇത് നമ്മുടെ ലുലുവിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. ആൻഡ് ഇത് നമ്മുടെ വാവയാണ്, ലിയ വാവയാണ്. ആൻഡ് ലുലുവിൻ്റെ ബേബിയാണ്. തന്നെ എന്താ ലുലുവിൻ്റെ ബ്രദർ ഇൻ ലോയാണ്. സോ എല്ലാവരും വ്ലോഗ് എടുക്കുന്ന തിരക്കിലാണ് ഗൈസ്. പറയുന്നൊക്കെ കേൾക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബിരിയാണിയാണ്. ആൻഡ് സ്റ്റാർട്ടേഴ്സായിട്ട് കുറേ ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടുത്തെ ഫുഡ് മെനു ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നോൺ വെജും വെജും ഒക്കെ ഉണ്ട്. ഇത് പിന്നെ ബൊഫേ അല്ല ലഞ്ച് വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഓർഡർ ചെയ്താൽ മതി കേട്ടോ. നല്ല പോലെ ഉണ്ട്. അല്ല റിസോർട്ടൊക്കെ നല്ല ഇല്ലേ? ഇത് ബാത്റൂം. എല്ലാവർക്കും ബാത്റൂം കാണണോ? അല്ല, പൊതുവേ കൈ കഴുകിയിട്ട് പോകും. ഗേൾസ് ആയിട്ടുള്ള നമ്മളെല്ലാരും നമുക്ക് വേണ്ടത് ഈ മിറർ ഇങ്ങനെ നോക്കും. കൈ കഴുകണമെന്നൊന്നുമില്ല. ശരിക്കും ഇങ്ങനെ ജസ്റ്റ് നോക്കണം. ഒരു ലുക്ക് മേക്കപ്പ് എല്ലാം അതെ നമുക്ക് എടുക്കാം. നമ്മൾ ഒരു സെൽഫി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കിട്ടിയ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരു കുക്കി മേക്കിംഗ് സെഷൻ ഉണ്ടായിരുന്നു. അവിടെ 4 മണിയാകുമ്പോഴാണ് കേട്ടോ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ചെല്ലുമ്പോൾ തന്നെ അവർ നമുക്ക് എത്ര മണിക്ക് എന്തൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇതിന് വേണ്ടി പോകുന്നത്. അവിടുത്തെ ഷെഫ് തന്നെ നമ്മളെ കൊണ്ട് കുക്കീസ് ഉണ്ടാക്കിപ്പിക്കും. നമുക്ക് നല്ലോണം ഒരു എന്താ പറയുക എൻജോയ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നൊരു സെഷനാണ്. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ടൈം പോകും കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ടീ ടേസ്റ്റിംഗ് സെഷൻ എന്ന് പറയുന്നൊരു സെഷൻ ഉണ്ട്. പല വെറൈറ്റി ഫ്ലേവേഴ്സ് ഓഫ് ടീ ഒക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. പേസ്ട്രി എന്ന് പറയുമ്പോഴേക്കും മെയിനായിട്ട് കേക്ക് ഐസിങ് കാര്യങ്ങൾ ചെയ്യുന്നത്, ഡെസേർട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സെക്ഷനാണ് പേസ്ട്രി. അത് മെയിൻ നമ്മൾ അവിടെയാണ് ചെയ്യുന്നത്. രണ്ട് സെപ്പറേറ്റ് സെക്ഷൻ തന്നെയാണ്. 2 പേരാണ് ചെയ്യുന്നത്. ഒരാൾ ബ്രേക്ക് വയ്ക്കും, ഞാനാണ് ബേക്കറി നിലവിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതാണ് ബേക്കറി സെക്ഷൻ. മെയിനായിട്ട് ബേക്കറിയിൽ നമുക്ക് ഇതൊക്കെയാണ് മെയിൻ ഐറ്റംസ്. അതിൽ കാണുന്ന എല്ലാ ഡോമിഷൻസാണ് ഓൾറെഡി അറിയാം. നമ്മളോട് എല്ലാം തന്നെ അവിടെ ഉള്ളത് എന്താണ് എങ്ങനെയാണ് എല്ലാം നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേണം കുക്കീസ് ഉണ്ടാക്കാനായിട്ട്. ദെൻ നമുക്ക് ടീ തരുമ്പോൾ അതിൻ്റെ കൂടെ കുക്കീസ് സെർവ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് എന്താ പറയുക വെറും ഒരു റിസോർട്ട് ഫീലല്ല കിട്ടിയത്. നമ്മളൊരു ഷെഫായ ഫീലൊക്കെ ആയിരുന്നു കേട്ടോ. അവിടെ ഹൈജീൻ്റെ കാര്യത്തിൽ നമ്മൾ മെയിനായിരുന്നു. നമ്മളെ കൊണ്ട് ഗ്ലൗസ് ഇടിയിപ്പിച്ചു. പിന്നെ ഹെഡ് ക്യാപ്പ് ഉണ്ട്. ഞങ്ങളെ ഹിജാബ് ഉള്ളതുകൊണ്ട് ഹെഡ് ക്യാപ്പ് ഇട്ടിട്ടില്ല. വാപ്പായും ഉമ്മായും ബാക്കി എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ദെൻ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പരിചയപ്പെടുത്തി തന്നിട്ട് ഓരോരുത്തരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഇനി.
മിക്സ് ചെയ്യുന്ന പരിപാടിയാണ്. അതിന് ക്രീമിംഗ് എന്ന് പറയും ഈ സെക്ഷൻ. ക്രീമിംഗ് ഒരു ബേസിക് സ്റ്റെപ്പാണ്. അതുപോലെ കേക്ക് വീഡിയോ ഓണാണ്. യെസ്. ഈ ഒരു പരിപാടി രണ്ട് നല്ല മിക്സ് ആയിട്ട് ഷെഫായി, അടുത്ത ഷെഫായി. ഇനി നമ്മൾ ഉണ്ടാക്കിയ ഡോവിനെ നമ്മൾ അവിടെ സ്ലാബിൽ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. അതായിരുന്നു അടുത്ത ടാസ്ക്. അതായത് നല്ലോണം അത് നല്ല സോഫ്റ്റ് ആവണം കേട്ടോ. മെയിൻലി പറയുകയാണെങ്കിൽ അത് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയെന്ന് മനസ്സിലായി. കാര്യം ഇൻഗ്രീഡിയൻസ് എല്ലാം ഷെഫാണല്ലോ ചെയ്തു തന്നത്. അപ്പോൾ എല്ലാം പക്കയായിരുന്നു. ഈ മാവിനോട് എന്തെങ്കിലും ചൊടി ഉണ്ടായിരിക്കെങ്കിലും ഈ മാവിന് ആരോടാന്ന് ചൊടിയുള്ളതായിരിക്കാന്ന്. ചെയ്യാൻ നേരത്ത് ജസ്റ്റ് ഇതുപോലെ എടുത്ത് നമ്മൾ വെച്ച് വിടുക. പക്ഷെ നമ്മൾ ഒരിക്കാൻ നിൽക്കത്തില്ല. വെച്ചിട്ട് നമ്മളോട് ഇത് ബേക്ക് ആകുമ്പോഴേക്കും ആ ഒരു ടെക്സ്ചർ വന്നോളൂ, ആ ഒരു ഷേപ്പിൽ. ഇനി നമ്മളത് ഷേപ്പ് ആക്കണം കേട്ടോ. ഞാനും ലുലുവും കോമഡി ആയിരുന്നു. ഞങ്ങൾ പാമ്പിനെയൊക്കെ ഉണ്ടാക്കിയ ആ ഒരു ഡോ വെച്ചിട്ട് ലിയക്കുട്ടിയാണ് ഫുള്ള് ലവ് ഉണ്ടാക്കിയത്. വാപ്പായി ഫിദായും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് എന്താ പറയുക കുക്കീസിൻ്റെ ഷേപ്പിൽ. ഞങ്ങളെല്ലാം മറ്റേ എങ്കോണെ 16 എന്നുള്ള രീതിയിലാണ് ചെയ്തത്. ഇവിടെ നോക്കിയിട്ട് ഇതാക്കുന്നുണ്ട്. വീട്ടിലെത്തിയിട്ട് കിച്ചണിൽ കയറ്റാൻ വേണ്ടിയിട്ട് ബാക്ക് നിന്നിട്ട് നോക്കി പഠിക്കുന്നുണ്ട്. വീട്ടിലെത്തിയിട്ട് കിച്ചണിൽ കയറ്റാനാളെ. അല്ല യോക്ക് നല്ല ഇതുണ്ട്. ഒരു ചെറിയൊരു ഡൗട്ട്. രണ്ടാളോടെ ഇത് ഈ ഒരു സംഗതി എന്താണ്? എന്താ ഉദ്ദേശിക്കുന്നത്? എന്തില്ലല്ലോ ഉണ്ടാക്കിയ സാധനം തിന്നാൻ വേണ്ടിട്ട് ആർക്കും കിട്ടൂല. രണ്ടാളത്തിന്റെ എന്തൊക്കെ ഒരു തീരുമാനത്തില് കൈയുള്ളിലോടി തട്ടിപ്പോണ്ട. അപ്പത്തിന്റെ ഗതികേടെ. ഷോപ്പിൽ വെച്ച് റിസപ്ഷൻ റെഡി ആയി
5:45 ആകുമ്പോഴത്തേക്ക് റിസപ്ഷൻ അങ്ങോട്ടേക്ക് വന്നാൽ മതി. ചായ കുടിക്കാൻ കുക്കീസ് കഴിക്കാം. ഇപ്പൊ എന്തൊക്കെ ആക്കിട്ട് വന്ന് കുക്കീസ് ഉണ്ടാക്കി. നമുക്ക് ഗെയിം കളിച്ചാൽ ഗെയിം ഞങ്ങൾ ഉണ്ടാക്കിയ കുക്കീസ് എന്ത് പാങ്ങുണ്ട് അല്ലേ? നല്ല രസമുണ്ട് അല്ലേ? അടിപൊളി ടേസ്റ്റ് ആണ് ഗൈസ്. അതെ, പിന്നെ നമ്മുടെ ക്രെഡിറ്റ് അല്ല, ഷെഫിൻ്റെതാണ്. കാരണം ആളാണ് കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചത്. നമ്മുടെ നമ്മുടെ ഷേപ്പ് കണ്ടോ, ഏറ്റവും പെർഫെക്റ്റ് ആൻഡ് ലവ്. അത് നമ്മുടെ ക്രിയേറ്റിവിറ്റി. അതിൽ നിന്നൊരു ക്യാഷിനട്ട് തെറിച്ച് പോയി. ലവ് ഉണ്ട്, ഇതെല്ലാം നമ്മുടെ റൗണ്ട് നല്ല പെർഫെക്റ്റ് ബിസ്ക്കറ്റ് ഷേപ്പ് ഉണ്ട്. ഇതിന്റെ ടോപ്പിംഗ്സും ഉണ്ട് കണ്ടോ. നമ്മുടെ ഡെക്കറേഷൻ ആണ് ഇതൊക്കെ. നല്ല രസമുണ്ട്. ഞങ്ങൾ എന്നെ സ്വയം പൊങ്ങി. അപ്പൊ നമ്മുടെ ബേക്കിംഗ് സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ്